മെയ് 4-ാം തീയതിക്ക് ഞാൻ പറയുന്ന ഈ കാര്യം 100% നടന്നിരിക്കും. ഓൾറെഡി ഞാൻ വെള്ളി വിളിച്ചതാണ്, ഞാൻ മൊട്ടയടിക്കും. നിലവിൽ വരുന്ന അപ്ഡേറ്റ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണണം. അതായത് ഞാൻ പറയുമ്പോൾ പച്ചക്കളവ് എന്നല്ല നിങ്ങൾ പറയുന്നത്. സാക്ഷാൽ റിപ്പോർട്ടർ ചാനൽ, അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ചാനൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് LDFനാണ്, CPMനാണ്. മുമ്പ് ഇലക്ഷനിന് മുമ്പ് അവറ്റകൾ പറഞ്ഞത് എന്തായാലും പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരുമെന്നല്ലേ. എന്നാൽ ഇന്ന് റിപ്പോർട്ടർ കൊടുത്ത ഒരു വാർത്ത നിങ്ങൾ കേൾക്കണം. അതിനുശേഷം എനിക്ക് റിപ്പോർട്ടറിനോട് പറയാനുണ്ട്. അതായത് ഇപ്പോ റിപ്പോർട്ടർ ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, പ്രതിപക്ഷ നേതാവാകാൻ സാധ്യതയുള്ള നേതാക്കൾ ആരൊക്കെയെന്ന് നോക്കാം. നമ്മുടെ മുന്നിലേക്ക് പിണറായി വിജയൻ വരികയാണ്. നമുക്കറിയാവുന്നതാണ്, 26 വയസ്സ് മുതൽ നിയമസഭാ ജീവിതം തുടങ്ങിയ ആളാണ് പിണറായി വിജയൻ. എത്രയോ കാലം പാർട്ടി സെക്രട്ടറിയായി നിന്നു. 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഈ രാഷ്ട്രീയ അധികായൻ പ്രതിപക്ഷ നേതാവായി തുടരുമോ, അതോ ഒരു സാധാ MLA ആയി നിയമസഭയിൽ തുടരുമോ എന്നുള്ളത് ഒരു കൗതുക കാഴ്ചയല്ലേ. പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകും എന്നൊരു ചിന്ത നമുക്കുണ്ടോ? കേരള രാഷ്ട്രീയം അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇനി നോക്കൂ, അടുത്ത നേതാവ് ഇനി അഥവാ ഞാൻ പ്രതിപക്ഷ നേതാവാകാനില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണെങ്കിൽ നോക്കൂ പ്രിയ പ്രേക്ഷകരെ, രണ്ടുപേരും പ്രതിപക്ഷത്ത് വരികയാണെങ്കിൽ ആരായിരിക്കും നേതാവ് എന്നൊരു ചർച്ചയുണ്ടാവില്ലേ? രണ്ടാമൻ P രാജീവ് ദീർഘകാലം രാജ്യസഭാംഗമായി നിന്ന SFI DYFI കാലത്തിനൊക്കെ ശേഷം, ദേശാഭിമാനി കാലത്തിനൊക്കെ ശേഷം, സംസ്ഥാന സമിതി അംഗമായതിനു ശേഷം, ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം P രാജീവ് നിയമസഭയിലേക്ക് വരികയും മന്ത്രിയാവുകയും ചെയ്തു. P രാജീവ് പ്രതിപക്ഷ നേതാവായി വരുമ്പോ എന്താണ് നമുക്ക് തോന്നുന്നത്? ഇനി പിണറായി വിജയനും P രാജീവും അല്ലെങ്കിൽ മൂന്നാമതാരായിരിക്കും? ഇവരൊന്നും ഒരു ഓർഡറിലല്ല കേട്ടോ, മറ്റുള്ളവർ എന്നേ പരിഗണിക്കുന്നുള്ളൂ. അടുത്തതായി ആരെയാണ് നമ്മൾ പരിശോധിക്കുന്നത്? KN ബാലഗോപാൽ. കേരളത്തിന്റെ ധനമന്ത്രിയായ KN ബാലഗോപാൽ SFIയുടെയും DYFIയുടെയും ഒക്കെ ദേശീയ നേതൃത്വത്തിൽ പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നിർണായകമായ സമരങ്ങളുടെ കാലത്തൊക്കെ SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലിരുന്ന ഒരാളാണ്. ഇനി ഒരു പേരുണ്ട്, KK ശൈലജ. LDF പ്രതിപക്ഷത്താണെങ്കിൽ എത്രയോ കാലം മുഖ്യമന്ത്രി ചർച്ചകളിൽ സജീവമായി കേൾക്കുന്ന ഒരു പേരാണ്. LDF പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവായി KK ശൈലജ, ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്കുണ്ടാകില്ലേ? ഇനി അടുത്തത് MP രാജേഷ് ആണ്. തൃത്താലയിൽ നിന്ന് MP രാജേഷ് ജയിച്ചു വരികയാണ് എങ്കിൽ ഓക്കെ, ഇപ്പൊ എന്തായി എന്റെ പൊന്നു മനുഷ്യന്മാരെ? എന്റെ തന്തക്കും തള്ളക്കുമാണ് വിളിച്ചത്. ഞാൻ എക്സിറ്റ് പോളിൽ പറഞ്ഞു 86 സീറ്റ് വരെ UDF നേടും, UDF അധികാരത്തിൽ വരും, LDF അല്ല ഇനി ഭരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടാണ് ചിലർ പറഞ്ഞത് ഞങ്ങളുടെ അരുൺകുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് റിപ്പോർട്ടറിന്റെ അരുൺകുമാർ പറഞ്ഞത്രേ 80 സീറ്റ് LDFന് നേടും, അതുകൊണ്ട് ഞങ്ങൾക്ക് അരുൺകുമാറിന് വിശ്വാസം. നിന്നെ വിശ്വാസമില്ല എന്നാണ് എന്നോട് കമന്റിട്ട് പറഞ്ഞത്. പൊന്നു മനുഷ്യന്മാരെ, റിപ്പോർട്ടർ ചാനൽ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെയാണ് ചർച്ച ചെയ്യുന്നത്. റിപ്പോർട്ടറിന്റെ വാർത്ത നിങ്ങളൊന്ന് സൂക്ഷിച്ച് നാളെ മുതൽ നോക്കിയാൽ മതി. അതായത് നിലവിൽ LDFന് അവറ്റകൾ അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നില്ല. അതായത് പണി കിട്ടുമെന്നറിയും അവറ്റകള്. അതായത് ഭരണന്മാരുടെ കയ്യിൽ നിന്നാണ് അവർക്കാണ് കൂടുതലായും സപ്പോർട്ട് കൊടുക്കുന്നത്. അരുൺകുമാറൊക്കെ പതിയെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ രാഹുൽ ജി അങ്ങനെയാണ് അരുൺകുമാർ വിളിക്കുക. അരുൺകുമാർ പേടിച്ച് വിറക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങാനും പ്രതികാരം ചെയ്യുമോ എന്ന്. രാഹുൽ കുടുങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ രാഹുൽ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞത് അരുൺകുമാറാണ്. കോടതി പോലും പ്രഖ്യാപിക്കാത്തപ്പോൾ ഈ അരുൺകുമാറാണ് രാഹുൽ കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിച്ചത്. വളരെ വളരെ തെറ്റാണ്. ഒരു കാര്യം കൂടി എൻ്റെ പൊന്നു LDF പ്രവർത്തകരോട് പറയുകയാണ്. പൊന്നാര LDF പ്രവർത്തകരെ, നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. ട്രെൻഡ് എന്താണ് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി കേവലം 4-5 ദിവസം മാത്രമാണ് വോട്ടെണ്ണാനുള്ളത്. ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത് 50 സീറ്റിലേറെ LDF നേടുമെന്നാണ്. പക്ഷേ 33 സീറ്റ് കിട്ടിയാൽ വലിയൊരു ഭാഗ്യമെന്നാണ് ഏറ്റവും അവസാനത്തെ കണക്ക് പറയുന്നത്. എൻ്റെ എക്സിറ്റ് പൂൾ ഞാൻ മാറ്റമൊന്നും കൊണ്ടുവരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് 82 മുതൽ 86 സീറ്റ് UDF നേടും, BJPക്ക് 1-2 സീറ്റ് കിട്ടും, ബാക്കിയുള്ള സീറ്റ് മറ്റുള്ളവർക്ക് 2 സീറ്റ് കിട്ടും, ബാക്കിയുള്ളവർ LDFന് കിട്ടും. പക്ഷെ നിലവിൽ വരുന്ന കണക്ക് ഞെട്ടിക്കുന്ന കണക്കാണ്. വെറും 33-34 സീറ്റ് LDFന് കിട്ടും. ആ സർവേ, അതായത് ആ എക്സിറ്റ് പൂൾ റെഡിയാക്കിയവർ പറയുന്നത് അവിടെ ഈ പറയുന്ന LDF തോക്കുന്നത് 50, 60, 100, 200 വോട്ടിനാണ്. എത്ര വോട്ടിന് തോറ്റാലും സീറ്റല്ലേ നഷ്ടമാവുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ റിപ്പോർട്ടർ, ഞാൻ പറയാം, ഞാൻ അവരുടെ വാർത്ത വെക്കുന്നില്ല, റിപ്പോർട്ടർ തന്നെ CPMന്റെ നിലവിലുള്ള മന്ത്രിമാർ തോൽക്കുമെന്ന് പറയുന്നതിൽ
പ്രധാനമായും പറഞ്ഞത് മറ്റേ വി ശിവൻകുട്ടി തോൽക്കും, സരജ ടീച്ചറൊക്കെ തോൽക്കുമെന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. എന്താണല്ലേ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഒരൊറ്റ കാര്യം പറയുകയാണ്. ഇപ്പോൾ ആകെ കേരളത്തിൽ ഈ പറയുന്ന LDF ഭരിക്കുമെന്ന് പറഞ്ഞത് ഏതോ ഒരു ലോക്കൽ ചാനലാണ്. ആ ലോക്കൽ ചാനൽ അടക്കം പറയുന്നത് 72 73 സീറ്റ് കിട്ടിയിട്ട് ഭരിക്കുമെന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഇപ്പോൾ UDF VD സദസ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് 100 110 സീറ്റ് നേടും. അതിന്റെ അർത്ഥം ഉറപ്പായിട്ടും 85 90 സീറ്റ് കിട്ടുമെന്നാണ്. 72 സീറ്റിൽ ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ തോൽവി അങ്ങ് സമ്മതിച്ചു എന്നല്ലേ? തൃക്കരിപ്പൂരിന്റെ അവസ്ഥ ഞാൻ പറയാം. എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ പൊന്നു മനുഷ്യന്മാര്, തൃക്കരിപ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായി ആര് നിന്നാലും, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിന്നാലും, മിണ്ടാതെ വീട്ടിലിരുന്നാലും 10-30,000 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമാണ്. EMS മുതൽ ഇന്നലെ വരെ അവിടെ LDF കോട്ടയാണ്. LDFന്റെ ആര് നിന്നാലും ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെയുള്ള ഏകദേശം എല്ലാവരും സഖാക്കളാണ്. എന്നാൽ ഇത്തവണ സന്ദീപ് വാര്യർ കളത്തിലിറങ്ങിയതോടുകൂടി അവരടക്കം തോൽവി സമ്മതിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. തൃക്കരിപ്പൂരിലെ ജനങ്ങൾ പറയുന്നത് ഇനി ഇവിടെ LDF വേണ്ട, ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾക്ക് വേണ്ടത് സന്ദീപ് വാര്യറിനെ പോലുള്ള നല്ല നേതാവിനെയാണ്. വർഗീയതയെ ഒന്നും കൊണ്ടുവരാത്ത ഭരണം മാത്രം, നല്ല ഭരണം കൊണ്ടുവരുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. മുസ്തഫക്ക് ഞങ്ങൾ വോട്ടിട്ടിട്ടില്ല എന്നാണ് അവിടുത്തെ നല്ലവരായ സഖാക്കൾ പറയുന്നത്. അതായത് അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ളത് മുസ്തഫയാണ്. മുസ്തഫക്ക് വലിയൊരു റെക്കോർഡും കൂടി കിട്ടുന്നു. കാരണം ആര് നിന്നാലും 10-20,000 30,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ആ മണ്ഡലത്തിൽ ഇത്തവണ മുസ്തഫയാണ് അവിടെ LDF സ്ഥാനാർത്ഥി. മുസ്തഫ 8 നിരയിൽ പൊട്ടുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളും പറഞ്ഞത്. സന്ദീപ് വാര്യർ കുറഞ്ഞത് 3000-ലേറെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് പിണറായി വിജയന്റെ അവസ്ഥ എന്താണ്? പിണറായി വിജയൻ എങ്ങാനും തോൽക്കാൻ സാധ്യതയുണ്ടോ? പിണറായിയിലെ മണ്ഡലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞെട്ടുകയാണ്. കഴിഞ്ഞ വർഷം അവിടെ പിണറായി വിജയൻ വിജയിച്ചത് 50,000 വോട്ടാണ്. എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം പകുതി കുറയാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും പിണറായി വിജയൻ ജയിക്കുന്നത്. അവിടെ UDF സ്ഥാനാർത്ഥി റഷീദാണ്, കിടിലനാണ്. അദ്ദേഹം നല്ലോണം വോട്ട് പിടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ തോക്കുമെന്ന് ചിലർ പറയുന്നുണ്ട്. അതൊന്നും ഞാനൊന്നും കണക്കാക്കുന്നില്ല. പിണറായി വിജയൻ ജയിക്കും, പക്ഷെ 50,000 വോട്ടിനൊന്നുമല്ല, ഏകദേശം 10-12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ ജയിക്കാൻ പോകുന്നത്. നമുക്ക് പാലക്കാടിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊന്നു മനുഷ്യന്മാരെ, പാലക്കാടിൽ ഇഞ്ചോടിഞ്ച് മത്സരമുണ്ടോ എന്ന് കുറെ പേർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അവിടെ മത്സരം അവിടെ മത്സരം BJPയും UDFും തമ്മിലാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ വൃത്തികേട് നാലാളിലേക്ക് അറിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ വൃത്തികെട്ട സ്ത്രീ എന്ന് അവർ ഫോൺ സംഭാഷണം വന്നപ്പോൾ നമുക്കറിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ അവിടെ പൈസ കൊടുത്തിട്ടാണ് വോട്ട് പിടിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പാലക്കാടിലെ ചുണക്കുട്ടികൾ ശോഭാ സുരേന്ദ്രൻ വോട്ടിട്ടിട്ടില്ല. അതിന് 2 കാരണങ്ങളാണ് പാലക്കാടിലെ ചുണക്കുട്ടികൾ പറയുന്നത്. ഒന്നാമത്തെ കാരണം പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിലിനെ കുടുക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ പിഷാരടിയെ ജയിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിനോടുള്ള പ്രതിഷേധം, അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടിയിട്ടില്ല, നീതി കിട്ടണമെങ്കിൽ അവിടെ രമേശ് പിഷാരടി ജയിക്കണം. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടത്തോടെ BJP എന്ന് നോക്കിയിട്ടില്ല. അതായത് BJPക്ക് കഴിഞ്ഞ വർഷം വോട്ടിട്ടവരാണ് പറയുന്നത്. ഇത്തവണ ഞങ്ങൾ രമേശ് പിഷാരടിക്ക് വോട്ടിട്ടു. അങ്ങനെയെങ്കിലും നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് നീതി കിട്ടണമെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ ഈ വിഷക്കൊള്ളിയായി ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ എന്താവും? ആദ്യം പ്രഖ്യാപിക്കും നാളെ മുതൽ ബീഫ് വേണ്ട, നാളെ മുതൽ ക്രിസ്മസ് ആഘോഷിക്കണ്ട, നാളെ മുതൽ അത് വേണ്ട ഇത് വേണ്ട. അതല്ലേ ഇവറ്റകൾക്ക് ആരും വോട്ടിടാത്തത്. പൊന്നുമനുഷ്യന്മാരെ, നമുക്ക് മഞ്ചേശ്വരം ഒന്ന് ജസ്റ്റ് നോക്കാം. മഞ്ചേശ്വരത്ത് തീപ്പൊരി മത്സരമാണ്. ഓക്കെ, അതിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും അവസാനം വോട്ടെണ്ണലിന്റെ ഏറ്റവും അവസാനം വെറും 350-400 വോട്ടിനായിരിക്കും അവിടെ AK അഷ്റഫ് ജയിക്കുന്നതെങ്കിൽ ഒരു റൗണ്ടിൽ K സുരേന്ദ്രൻ മുന്നിൽ പോകുന്നു. അതിനുശേഷം ഈ പറയുന്ന AK മുന്നിൽ പോകുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. അവിടെ LDF ചിത്രത്തിലില്ല. ഓക്കെ,
LDF കഴിഞ്ഞ തവണ ഏകദേശം 40,000 വോട്ട് LDF അവിടെ നേടിയിട്ടുണ്ട്. ഇത്തവണ 15,000 20,000 വോട്ട് നേടിയാൽ അതും അത്ഭുതം തന്നെയാണ്. മഞ്ചേശ്വരക്കാർക്ക് LDFകാർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മത്സരം BJPയും ഈ പറയുന്ന AKMും അഷ്റഫും തമ്മിലാണ്, ലീഗും തമ്മിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ വെറുതെ കളയുന്നില്ല. ഒന്നെങ്കിൽ ഞങ്ങൾ സുരേന്ദ്രൻ വോട്ടിടുന്നു, അല്ലെങ്കിൽ AKM വോട്ടിടുന്നു. ഇഞ്ചോടിഞ്ച് മത്സരം, എന്തും സംഭവിക്കാം. ഞെട്ടിക്കുന്ന എക്സിറ്റ് പോളിൽ നമുക്ക് കിട്ടുന്ന വിവരം ഒരു ചെറിയ വോട്ടിനാണ് അവിടെ ഈ പറയുന്ന AKM ജയിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് ആര് ജയിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ മത്സരം ശിവൻകുട്ടിയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറുമാണ്. ഓക്കെ, അതായത് അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ ഒരൊറ്റ കാരണം ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇംഗ്ലീഷിൽ വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചാൽ ഈ പറഞ്ഞ ശിവൻകുട്ടി മുകളിലേക്ക് നോക്കുന്ന ഒരവസ്ഥയാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന്, അതായത് ഇത്തിരിയെങ്കിലും വിദ്യാഭ്യാസമുള്ളവരെ, ഒരു ഇംഗ്ലീഷിന്റെ 4 അക്ഷരമെങ്കിലും അറിയുന്നവരെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണം. ഇയാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയിട്ട് ഒരു ഗുണവും കേരളത്തിന് കിട്ടിയിട്ടില്ല. ഒന്നാമത് ഇങ്ങനെ നല്ല ഏജായി. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. പൊന്നുമനുഷ്യന്മാരെ, അപ്പൊ ആര് മുഖ്യമന്ത്രിയായി വരണമെന്ന് നിങ്ങൾ കമന്റ് ഇടൂ. കോൺഗ്രസ് അധികാരത്തിൽ വരും, 100-ൽ 101% കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും. എന്റെ അഭിപ്രായത്തിൽ VD സതീശൻ വേണമെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഇടം വരാം. ഓക്കെ, ബൈ.